ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ അയാൾ പ്രധാനമായിട്ടും ഒരു 5 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിനയലാണ്. നമ്മൾ ആ ഒരു കാര്യത്തെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അതിന് പുറന്തള്ളും. നമുക്ക് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യം വരികയാണ് ആ ഒരു സിറ്റുവേഷനോട്. നമുക്ക് ആ ഒരു അവസ്ഥ, ആ ഒരു ദുഃഖം വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കാരണങ്ങൾ, പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യും. ഇപ്പം ഞാൻ ആ ഒരു നേർച്ച നേരാം, എൻ്റെ ഈ ഒരു ദുഃഖം മാറ്റിത്തരണം, ഇങ്ങനെ ഞാനിനി നന്നായി ജീവിക്കാം, ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അടുത്തത് അതിലും നമുക്ക് പോകുന്നില്ല എന്ന് കാണുവാണെങ്കിൽ നമുക്കൊരു ഡിപ്രഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വല്ലാതൊരു സങ്കടാവസ്ഥയിൽ, നമുക്കിനി ഒരു ഹോപ്പെല്ലാം നഷ്ടപ്പെട്ട ഒരു ഡിപ്രഷനിലാണ് നമ്മൾ പോകുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞ് ഈ ഒരു അവസ്ഥയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ പല കോപ്പിംഗ് സ്ട്രാറ്റജീസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്.